വെറ്റില ചെടിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ഒരു 2 വെറ്റില എടുത്തിട്ട് ഇതുപോലെ ഇടികല്ലിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് കുത്തി ചതച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നന്നായി ഒന്ന് ചതച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലോണം നീര് കിട്ടും. ആ നീര് മുഴുവനായി തന്നെ അതായത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഇടികല്ലുണ്ടല്ലോ, ഇടികല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഇതും കൂടിയാക്കി നമുക്കൊന്ന് ആ നീര് മുഴുവനായി തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയതിനെ ഞാൻ ഇതുപോലെ 2 ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ആ ബൗളിൽ നമ്മൾ കുറച്ച് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഫക്കെട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്തും അതുപോലെ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം കേട്ടോ. ആ കഫമൊക്കെ നല്ലപോലെ തന്നെ അലിഞ്ഞു പോകാനും കഫക്കെട്ട് മാറാനും ചുമ മാറാനൊക്കെ വളരെ നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ വെറും വെറ്റില ചവച്ച് തിന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഉള്ളവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഖത്ത് മുഴുവനായിട്ടല്ല.